ഇപ്പം നമ്മളെ സംബന്ധിച്ച് വിഴിഞ്ഞം എന്ന് പറയുന്നത് കേരളത്തിൻ്റെയും രാജ്യത്തിൻ്റെയും ഒരു പ്രധാനപ്പെട്ട സമ്പത്താണ്. സ്വാഭാവികമായിട്ടുള്ള ആഴമുള്ള ഒരു വലിയ തുറമുഖം. ഒരുപക്ഷെ ഇത് പൂർത്തീകരിക്കുമ്പോൾ ലോകത്തെ ഏതൊരു തുറമുഖങ്ങളെക്കാൾ വലിയ വികസന സാധ്യതയും കേരളത്തിൻ്റെ മുഖച്ഛായയെ മാറ്റാൻ കെൽപ്പുള്ളതുമായിട്ടുള്ള ഒരു തുറമുഖമാണ് വിഴിഞ്ഞം. നമ്മൾ അതിൻ്റെ കരാറിൽ ആ നിലയിൽ ഒരു മൾട്ടിപർപ്പസ് സീ പോർട്ട് എന്ന നിലയ്ക്ക് തന്നെയാണ് ഇതിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു നരേറ്റീവ് എന്താ? MSC എന്ന് പറയുന്ന ഷിപ്പിംഗ് കമ്പനി അദാനിയുടെ കുറച്ച് 49% ഓഹരികൾ വാങ്ങുകയാണ്. സ്വാഭാവികമായിട്ടും കേരളത്തിനകത്ത് വലിയ ചർച്ച ഉയർന്നു വരികയാണ്. ഇവിടെ ശ്രീ VD സതീശനും UDF സൃഷ്ടിക്കാൻ വേണ്ടി പോകുന്ന ഒരു നരേറ്റീവ് എന്താ? MSC കമ്പനിക്കെതിരെ എല്ലാവരും കൂടി വാളവുങ്ങുന്നു. കേരളത്തിലേക്ക് വന്ന 13,000 കോടി നിക്ഷേപത്തെ നമ്മളെല്ലാവരും കൂടി ഓടിച്ചു വിടുന്നു. ഈ ഒരു നരേറ്റീവിലൂടെ ഈ കരാറിനെ സാധൂകരിക്കാനുള്ളൊരു പരിശ്രമമാണ് UDF VD സതീശനും പരിശ്രമിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് ഇവിടെ നടന്നു വരുന്ന ചർച്ചകളിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്ന ആദ്യത്തെ കാര്യം. കാരണം ഈ ഡീൽ വളരെ നേരത്തെ തന്നെ ഉറപ്പിച്ചതാണ്. കൃത്യമായി മുഖ്യമന്ത്രി അറിയാതെയാണ് ഈ കാര്യങ്ങൾ നടന്നത് എന്ന് നമ്മോട് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല. അരിയാഹാരം കഴിക്കുന്ന ആർക്കും അത് വിശ്വസിക്കാൻ വേണ്ടി കഴിയില്ല. വളരെ കൃത്യമായി അജണ്ട സെറ്റ് ചെയ്ത് തുറമുഖവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇത്രയും വലിയ ഡീൽ ഉറപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അതിൻ്റെ എല്ലാ ചുമതലകളും മുഖ്യമന്ത്രിയിലേക്ക് വരുന്നത്. നേരത്തെ അദ്ദേഹം പറഞ്ഞല്ലോ, ഈ ഡീലുമായി ബന്ധപ്പെട്ട എംപവേർഡ് കമ്മിറ്റി കൂടുമെന്ന്. ആ എംപവേർഡ് കമ്മിറ്റിയിൽ ആരൊക്കെയുള്ളത്? സംസ്ഥാനത്തിൻ്റെ ചീഫ് സെക്രട്ടറി, സംസ്ഥാനത്തിൻ്റെ നിയമവകുപ്പ് മന്ത്രി, സംസ്ഥാനത്തിൻ്റെ തുറമുഖ വകുപ്പ് മന്ത്രി, അതുപോലെ തന്നെ നമ്മുടെ മുഖ്യമന്ത്രി. അപ്പോൾ ഇത്രയും പേരടങ്ങുന്ന പോർട്ടിൻ്റെ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ. ഇതൊക്കെ ആരുടെ ചുമതലയില്ല? ഈ പറയുന്ന പോലെ തുറമുഖത്തിൻ്റെ ചുമതലയുള്ളത് മുഖ്യമന്ത്രിക്കാണ്, നിയമവകുപ്പിൻ്റെ ചുമതലയുള്ളത് മുഖ്യമന്ത്രിക്കാണ്, പൊതുഭരണ വകുപ്പിൻ്റെ ചുമതലയുള്ളത് മുഖ്യമന്ത്രിക്കാണ്, ചീഫ് സെക്രട്ടറി നിയന്ത്രിക്കുന്നത് മുഖ്യമന്ത്രിയാണ്. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും കൈവശം വെച്ചിരിക്കുന്ന VD സതീശൻ ഈ കാര്യങ്ങളൊന്നും അറിയില്ല എന്ന് പറയുന്നത് ഞങ്ങൾ വിശ്വസിക്കണോ? തുറമുഖത്തിൻ്റെ CEO ആയി വെച്ചിരിക്കുന്നത് ആരെയാ? ശ്രീ രത്തൻ കൽക്കറയല്ലേ? അവിടുത്തെ മുഖ്യ ചുമതല നിർവഹിക്കുന്നത് സംസ്ഥാനത്തിൻ്റെ ഉദ്യോഗസ്ഥനായിട്ടുള്ള ശ്രീ ജെറോമിക് ജോർജ് അല്ലേ? ഇവരൊന്നും അറിയാതെയാണ് ഈ 49% ഓഹരികൾ കൈമാറാൻ വേണ്ടി തീരുമാനിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മുഖ്യമന്ത്രിയും അറിഞ്ഞില്ല എങ്കിൽ അദ്ദേഹം രാജിവെച്ച് വേറെ പണിക്ക് പോകണം. തുറമുഖത്തിൻ്റെ അടക്കം ചുമതല നിർവഹിക്കുന്ന മുഖ്യമന്ത്രി ഈ ഒരു കൈമാറ്റം അറിഞ്ഞില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് ഈ കേരളത്തിൽ വിശ്വസിക്കാൻ വേണ്ടി കഴിയുക? അപ്പോൾ ഇത് വളരെ കൃത്യമായിട്ടുള്ള ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ്. ഇന്നിപ്പോൾ ഉയർന്നു വരുന്ന വിവാദങ്ങളെ വെച്ചുകൊണ്ട് വരുന്ന നിക്ഷേപത്തെ അകറ്റിവിടാനാണ് എല്ലാവരും കൂടി പരിശ്രമിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഡീലിനെ സാധൂകരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും വലിയ നിക്ഷേപം വരട്ടെ എന്ന നിലയ്ക്ക് ഒരു വലിയ നരേറ്റീവ് കൊണ്ടുവന്നുകൊണ്ട് ഈ കച്ചവടത്തെ ന്യായീകരിക്കാനുള്ള പരിശ്രമമാണ് ശ്രീ VD സതീശന് വേണ്ടിയിട്ട് UDF ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ കൃത്യമായി UDFിൻ്റെ ലീഡറായിട്ടുള്ള ശ്രീ KC വേണുഗോപാൽ പറഞ്ഞല്ലോ, കേരളം ഭരിക്കുന്നത് BJP ആണ് എന്ന് വിചാരിച്ചിട്ടായിരിക്കും 49% ഓഹരി അദാനി വിറ്റത് സംസ്ഥാന സർക്കാരിൻ്റെ അനുവാദമില്ലാതെ എന്ന് അദ്ദേഹം ഹാസ്യരൂപേണ പറയുകയുണ്ടായി. അതിൻ്റെ അർത്ഥം നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടി കഴിയുമല്ലോ. കേരളത്തെ വിൽക്കാൻ വേണ്ടിയിട്ട് അദാനി വരികയാണ്, വാങ്ങുന്നതിന് വേണ്ടി അദാനി വരികയാണ്. അദ്ദേഹം കേരളത്തെ വിഴിഞ്ഞം പോലുള്ള ഒരു സമ്പത്ത് കൈക്കലാക്കി അതിൻ്റെ വിപുലമായിട്ടൊരു സാധ്യതകൾ വരികയാണ്. അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഇപ്പോൾ ആർബിട്രേഷൻ നടപടികളിലൂടെ 49 കോടി രൂപ കേരളത്തിന് നഷ്ടപ്പെടുത്തി എന്നുള്ളത് അദ്ദേഹം പറയുകയുണ്ടായി. അദ്ദേഹം ഒരു കാര്യം മനസ്സിലാക്കണം, വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ നിർമ്മാണം ആരംഭിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സംസ്ഥാന സർക്കാരിനും ചില കടമകളുണ്ട്, ഇത് നിർമ്മാണ ചുമതല ഏറ്റെടുത്തിരിക്കുന്ന അദാനി കമ്പനിക്കും ചില കടമകളുണ്ട്. സ്വാഭാവികമായിട്ടും അവിടെ തുറമുഖത്തിന് അനുബന്ധമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക, സ്ഥലം ഏറ്റെടുക്കുക, നഷ്ടപരിഹാരം കൊടുക്കുക, ആവശ്യം വേണ്ടുന്ന സാമഗ്രികൾ എത്തിച്ചു നൽകുക, മറ്റ് കോമ്പൻസേഷൻ കൊടുക്കുക, ഇതെല്ലാം സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. തുറമുഖം നിർമ്മിക്കുക എന്നത് മാത്രമാണ് അദാനിയുടെ ഉത്തരവാദിത്തം. സ്വാഭാവികമായിട്ടും രണ്ട് കക്ഷികളും ചില വീഴ്ചകൾ വന്നിട്ടുണ്ട്. തുറമുഖ നിർമ്മാണം വൈകിയതിൻ്റെ ഉത്തരവാദിത്തം അദാനിക്കുണ്ട്. മറുഭാഗത്ത് ഇതിൻ്റെ അനുബന്ധ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്ന കാര്യത്തിൽ സർക്കാരിനും ചില ഭാഗങ്ങളിൽ വീഴ്ചയുണ്ടായി. കോവിഡുമായി ബന്ധപ്പെട്ടുള്ള ചില വിഷയങ്ങൾ, മറ്റു പല പ്രയാസങ്ങൾ, പാറ കിട്ടാത്ത പ്രയാസങ്ങൾ, അങ്ങനെ നിരവധി കാര്യങ്ങൾ. സ്വാഭാവികമായിട്ടും ആർബിട്രേഷൻ കോടതിയുടെ മുമ്പിൽ ഈ കാര്യം വരുമ്പോൾ തുറമുഖ നിർമ്മാണം മുന്നോട്ട് കൊണ്ടുപോവുകയാണോ സർക്കാർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഈ 49 കോടി രൂപ നഷ്ടപരിഹാരം വാങ്ങി ഈ കമ്പനിയെ പിരിച്ചുവിടുകയാണ് വേണ്ടത്? അവിടെ സംസ്ഥാന താല്പര്യം മുൻനിർത്തിക്കൊണ്ടാണ് സംസ്ഥാന ഗവൺമെൻറ് ആർബിട്രേഷൻ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് തുറമുഖ നിർമ്മാണം വേഗത്തിലാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികളെടുത്തു. അതിൻ്റെ ഗുണഫലം ഉണ്ടായില്ലേ? 2028 ഇതിൻ്റെ 2ാം ഘട്ട നിർമ്മാണവും പൂർത്തീകരിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം നിർമ്മാണം ആരംഭിച്ച് ഇത്രയും വേഗത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയുന്നു. ഇന്ന് ലോകം കാണുകയാണ് വിഴിഞ്ഞത്തിൻ്റെ സാധ്യത എന്താണ് എന്ന് ലോകം കാണുകയാണ്.
ഇതിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളും പൂർത്തീകരിക്കുമ്പോൾ ലോകത്ത് തന്നെ നമ്പർ 1 പോർട്ടായി ഇത് മാറും. ഇതുവഴി വലിയ ലാഭമുണ്ടാകും, വലിയ നിക്ഷേപം കൊണ്ടുവരാൻ വേണ്ടി കഴിയും, കേരളത്തിൻ്റെ തന്നെ മുഖച്ഛായ മാറും. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിയിട്ടാണ് കൃത്യമായി അദാനി കാര്യങ്ങൾ നീക്കുന്നത്. സംസ്ഥാന സർക്കാർ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം, ഇതിൻ്റെ 1ാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭൂരിഭാഗം തുക മുടക്കിയിരിക്കുന്നത് സംസ്ഥാന ഗവൺമെൻറ് അല്ലേ. 2500 കോടി രൂപ മാത്രമാണ് അദാനി മുടക്കാൻ വേണ്ടി പോകുന്നത്. അദ്ദേഹം ഈ കച്ചവടത്തിലൂടെ മാത്രം 13,000 കോടി രൂപയുടെ ബിസിനസ് നടപ്പാക്കുകയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കരാറിലൂടെ അദാനിക്ക് കൈ നനയാതെ മീൻ പിടിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം സംസ്ഥാന ഗവൺമെൻറ് ഉണ്ടാക്കി കൊടുക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ ഒരു കച്ചവടത്തിനെതിരെ കൃത്യമായി സംസ്ഥാന ഗവൺമെൻറ് മുന്നോട്ട് വന്ന് അദാനി കമ്പനിയെ കൊണ്ട് സംസ്ഥാന സർക്കാരിന് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങളിലേക്ക് എത്തിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിഴിഞ്ഞത്തിൻ്റെ സാധ്യതകളിലൂടെ നമുക്ക് ലഭിക്കാവുന്ന വരുമാനത്തെ വർദ്ധിപ്പിക്കാൻ ആവശ്യം വിധമുള്ള ഇടപെടലുകൾ നടത്താൻ കഴിയുന്ന ഒരു സാധ്യതയാണ് ശ്രീ രോഹിതെ നിങ്ങളുടെ വാദം കൊണ്ട് ഇല്ലാതാകുന്നത് എന്ന് കൂടി നമ്മൾ കാണണം. നമ്മൾ സംസ്ഥാന താല്പര്യം കൂടി നോക്കണം. സംസ്ഥാനത്തിന് ഗുണകരമാകുന്ന പ്രശാന്ത്, ഈ 49 കോടിയുടെ കാര്യങ്ങളെ കുറിച്ച് കൃത്യമായി ആർബിട്രേഷനുമായി ബന്ധപ്പെട്ട് രോഹിതിന് മനസ്സിലായി.